الحمد لله وكفى والصلاة والسلام على أشرفه المصطفى وعلى آله وصحبه الفائزين بالوفاء أما بعد സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ, ശ്രോതാക്കൾ, നമ്മൾ വലിയ ഗഹനമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വളരെ ആഴിയിൽ വേരുന്നതായ പഴയ കാലം മുതൽക്ക് തന്നെ ആഴിയിലേക്ക് ഇറങ്ങി തിരിച്ച് പല പണ്ഡിതന്മാരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ മഹത്തായിരിക്കുന്ന ഒരു വിഷയം, അഥവാ നമ്മളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം ഈമാൻ. അതാണല്ലോ നമുക്ക് ആവശ്യം. അതിൻ്റെ മേലിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജീവിക്കേണ്ടതും. അങ്ങനെ നമുക്ക് മരിക്കുകയും വേണം, അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും വേണം. അങ്ങനത്തെ ആ പരിപൂർണമായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലതായിരിക്കുന്ന ജീവിതം കാഴ്ചവെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടതോഴന്മാരായ സച്ചിതരായ മുത്തഖീങ്ങളായിരിക്കുന്ന വിഭാഗത്തില് നമ്മളെ അള്ളാഹു ഉൾക്കൊള്ളിക്കുകയും അതുമൂലം രണ്ട് ലോകത്തും വിജയം കരസ്ഥമാക്കുന്ന മുന്തിയ വിഭാഗത്തിൽ അള്ളാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കട്ടെ, ആമേൻ എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ നമുക്കൊന്നും പ്രതിപാദിക്കാൻ കഴിയില്ല. എങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കി എഴുതി കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു മാഫിയാകും, പൂർണ്ണമാകും എന്ന അഭിപ്രായമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കറിയില്ലെങ്കിലും നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത് നമ്മളാകണമെന്നില്ല, അതിന് പറ്റിയതായിരിക്കുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദന്മാർ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സംശയമൊന്നും നിലനിർത്തേണ്ട ആവശ്യമില്ല. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മള് ഈമാൻ അത് ഏറ്റ വ്യത്യാസത്തെ സ്വീകരിക്കുമോ? ഏതാണ് ഈമാനിന്റെ മാനദണ്ഡം? അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് അതിന്റെ ആമുഖമായിട്ട് നമുക്കൊരു കാര്യം പറയാം. ഈമാൻ എന്ന് പറഞ്ഞ ഭാഷാപരമായിട്ട് തസ്ദീഖു, വാസ്തവമാക്കുക, വിശ്വസിച്ചുറപ്പിക്കുക, അതാണ് ഭാഷാർത്ഥം. അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശറഇൽ തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്നതായിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ ദൃഢത വിശ്വസിച്ച് ഉറപ്പിക്കുക. ഇതാണ് ശറഇലുള്ള ഈമാൻ. ഇതാണ് ശറഇ വിവക്ഷിക്കുന്ന ഈമാന്. ഈ വിഷയത്തിൽ ആർക്കും തർക്കമില്ല പണ്ഡിത ലോകത്ത്. ഇവിടുന്ന് അങ്ങോട്ടാണ് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നത്. കാരണം അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം നബി തങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നു. അത് നമ്മൾ ദൃഢമായിട്ട് വിശ്വസിക്കുക. ആ ഉറപ്പിക്കലും മനസ്സിലാണല്ലോ. ഇത് മനസ്സിലുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ പുറമെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അഥവാ മനസ്സിലാണല്ലോ, അത് ആർക്കും നോക്കിയാൽ കാണുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഹൽ യുസ്തർതു മാ ദാലിക മസീദു അംരിൻ മിൻ ജിഹതി ഇബ്ദാഹി ആദത്ത് തസ്ദീഖി ബിൽ ലിസാനി അൽ മുഅബ്ബരി അമ്മാ ഫിൽ ഖൽബ്. തന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു. ആ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് ശരിയോ തെറ്റോ അറിയില്ലല്ലോ. അപ്പൊ അതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒന്ന്
നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ടോ? അതാ നമ്മൾ പറയുന്നത് ഷഹാദത്തി കലിമ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ടോ ഇല്ലയോ? അതല്ല എങ്കിൽ ജിഹത്തിൽ അമലി, നമ്മൾ പറയുന്നു നമ്മൾ മൂമിനാണ്, ദൃഢമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, തങ്ങൾ കൊണ്ടുവന്ന ആശയം മനസ്സിലുണ്ട്, എന്നാൽ അതിനെ സാക്ഷാത്കരിക്കുന്ന പ്രവർത്തികൾ എന്തെങ്കിലും വേണോ? അഥവാ ജവാരിഹുകളെ കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വേണോ? ഇതിലാണ് തർക്കങ്ങളുള്ളത്. വെറും മഹല് ദൃഢവിശ്വാസം മാത്രം മതിയോ? അതുണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ അത് പ്രകടിപ്പിക്കണോ നാവുകൊണ്ട്? അതല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയിട്ട് ജീവിതത്തിൽ അത് കൊണ്ടുവരണോ വേണ്ടയോ? ഇതിലാണ് പണ്ഡിതന്മാരെ തർക്കിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് പ്രവർത്തിപരമായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്? മഹ്മൂറായിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. നബി നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർദ്ദേശിക്കുന്നതാണല്ലോ. നബി നിർദ്ദേശിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. നബി വിലക്കിയതായിരിക്കുന്ന നിരോധനങ്ങൾ നമ്മൾ പാടെ ത്യജിക്കുക. അത് വേണോ? ഈമാനിന്റെ ഭാഗമായിട്ട് അഥവാ പ്രവൃത്തി വേണോ? ജവാരിഹികളെ കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണോ? അതോ വെറും ദൃഢവിശ്വാസം മതിയോ ഈമാൻ ഉണ്ടാകാൻ എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തില് ഇമാം ബുഖാരി തങ്ങൾ പറയാണ് തന്റെ സഹീഹ് ബുഖാരിയിൽ, അൽ ഈമാനു ഖൗലുൻ വഫീലുൻ വയസീദു വയൻഖുസു. ഈമാൻ ഖൗലുൻ വഫീലുൻ, അത് വാക്കും പ്രവർത്തിയും. അതൊരു വാക്ക്, അതൊരു സബ്ജക്റ്റാ. വാക്കും പ്രവർത്തിയും. രണ്ടാമത്തെ ഒരു സബ്ജക്റ്റാണ് ഇത് യസീദു വയൻഖുസു. അത് ചുരുക്കം, അത് ഏറ്റ വ്യത്യാസം ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം ദൃഢമായിട്ട് നമ്മൾ വിശ്വസിച്ചു വെക്കാം. ഞാൻ ഇതിലൊരു ചെപ്പ് സംസാരിച്ച് എന്ന് വന്നേക്കാം. ഈമാൻ കുറയും ഏറുകയും ചെയ്യും. ഈമാൻ കുറയും ഏറുകയും ചെയ്തു. അത് ഈമാനിന്റെ അതിന്റെ ആ വീക്ഷണത്തില് പ്രവർത്തനങ്ങൾ പെട്ടാലും പെട്ടിട്ടില്ലെങ്കിലും ഈമാൻ ഏറ്റക്കുറവുണ്ട്. ഞാൻ ആദ്യമായിട്ടൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പറയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നല്ലോണം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ ഉദിയ ഈമാനു സിദ്ദീഖി ഫീ കഫത്തിൻ വഉദിയ ഈമാനു സായിരിൻ നാസി ഫീ കഫത്തിൻ ഉഖറ ലറജഹത്ത് കഫത്തു സിദ്ദീഖ്. നബി നമ്മളെ പഠിപ്പിച്ചു. എന്തുകൊണ്ടാ സിദ്ദീഖായത്? ഈ ദൃഢവിശ്വാസം കൊണ്ടല്ലേ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. പറഞ്ഞാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. സഹാബികൾ 1 ലക്ഷം സഹാബികളുണ്ട്. സഹാബികൾ തന്നെ മാത്രം. ആ സഹാബികളുടെ കവിഞ്ഞ് ഒരു പ്രവർത്തനം സിദ്ദീഖ് കൂടുതൽ നിസ്കരിക്കുക, കൂടുതൽ നോമ്പനുഷ്ഠിക്കുക, കൂടുതൽ അമല് കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ് മൂപ്പരുടെ മുൻതൂക്കം നിൽക്കുന്നത്? യഖീൻ. നമ്മളുടെ പരിപാടി തന്നെ അൽ യഖീൻ അല്ലേ? ആ യഖീനിമലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. അല്ലാതെ കൂടുതൽ നോമ്പും നിസ്കാരവും സക്കാത്തും ഒന്നും മറ്റുള്ളവരെക്കാളൊന്നും കൂടുതലൊന്നുമില്ല. അതൊക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ അമാലുകൾക്കൊന്നും ഈമാനിൽ ദഖലില്ല എങ്കിൽ തന്നെ ഈമാൻ ഏറ്റക്കുറവിനെ സ്വീകരിക്കുന്ന വസ്തുവാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ല. അതേപോലെ നാളെ മഹ്ശറയിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ സ്വാലിഹീങ്ങള്, മലായിക്കത്ത്, ഔലിയാക്കള്, അള്ളാഹുവിന്റെ സച്ചരിതരായിരിക്കുന്ന അടിമകളൊക്കെ
ദോഷികളായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ശഫാഅത്ത് ചെയ്ത് പല ആൾക്കാരെയും തനിക്ക് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരൊക്കെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, ഇനി ആർക്കെങ്കിലും ആരുടെയും കാര്യത്തിൽ ശുപാർശ ചെയ്യാനുണ്ടോ? മലായിക്കത്തിന്റെ ശഫാഅത്ത് കഴിഞ്ഞു, സ്വാലിഹീങ്ങൾക്കുള്ള ശഫാഅത്ത് കഴിഞ്ഞു, മക്കൾ അവരുടെ പിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശഫാഅത്ത് കഴിഞ്ഞു, നല്ല ജനങ്ങൾ അവർക്കുള്ള സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശഫാഅത്ത് കഴിഞ്ഞു, സുഹൃത്തുക്കൾ അവരുടെ സ്നേഹിതന്മാർക്കുള്ള ശഫാഅത്ത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ആരുടെയും കാര്യത്തിൽ ശഫാഅത്തിനക്ക് ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും ശഫാഅത്ത് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. എല്ലാവരുടെ ശഫാഅത്തും അവസാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇനി ബഖിയത്ത് ശഫാഅത്തുൽ മലിക്കിൽ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായിരിക്കുന്ന റബ്ബിന്റെ ശഫാഅത്ത് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി നരകശിക്ഷ അനുഭവിക്കുന്നവരിൽ നിന്ന് ഭാര്യ പുറത്തേക്കിടും. ആ പുറത്തേക്കിടുന്നവരില് അണുമണി തൂക്കം അമല് പോയിട്ട് പറയുന്നത് ഈമാനിന്റെ ഖർദലത്ത്, ഒരു കടുക് മണിന്റെ അത്ര ഈമാൻ ഉള്ളവരും മുഴുവനും ആ നരകത്തിൽ നിന്ന് മോചിതരാവുന്നു. ഇനി നരകത്തില് കാലാകാലം കിടക്കുന്ന മുശ്രിക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കടുമണി തൂക്കം ഈമാനുള്ളവരൊക്കെ ഈ വാരിടലില് പുറത്തേക്ക് വന്നു. അമലുണ്ടോ? ഒരമലും അവർ ചെയ്തിട്ടില്ല. ഇല്ല എന്ന് മാത്രല്ല, ഈമാൻ തന്നെ കാമിലായിരിക്കുന്ന ഒരു പൂർണ്ണത പോയിട്ട് ഒരു പറയത്തക്ക രൂപത്തിലുള്ള ഈമാൻ പോലും അവർക്കില്ല. കടുമണി തൂക്കം ഹബ്ബത്തും മിൻ ഖർദലിൻ മിൻ ഈമാൻ, അങ്ങനെയാണ് നമ്മൾ ഹദീസിന്റെ പദങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വെറും തസ്ദീഖ് മാത്രം, ഇഅ്തിഖാദ് മാത്രം സിയാദത്ത് നുക്സാനിനെ സ്വീകരിക്കും എന്നാണ്. ആ കാര്യം നമ്മൾ അവിടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കാം. അപ്പൊ അവിടെ രണ്ട് സബ്ജക്റ്റാ പറയുന്നത്, ഖൗലും അമലുൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തൊന്ന് യസീദു വയൻഖുസു, അതാണല്ലോ ഖൗല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? ഷഹാദത്തി കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തി കലിമ നാവ് കൊണ്ട് ഉച്ചരിക്കുക. മനസ്സിൽ പോരാ, നാവ് കൊണ്ട് ഉച്ചരിക്കുക. അതാണ് ഖൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് ഉച്ചരിക്കുക. പിന്നൊന്ന് അമലുൻ, അമല്, ഫീല്. അമല് എന്നാണ് മുഹദ്ദിസീങ്ങളൊക്കെ ആ പദം പറയാറുള്ളത്. സാധാരണ പറയാറുള്ളത് ഖൗലും വഫീലും. ഈ ഫീല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഅ്തിഖാദും കൂടെ ഉൾപ്പെടണം. ജവാരിഹിന്റെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പുറമെ മനസ്സുകൊണ്ടിട്ടുള്ള വിശ്വാസം. കാരണം അതാണല്ലോ മനസ്സിന്റെ കൽബിന്റെ അമല് ഇഅ്തിഖാദാ. അപ്പൊ ഇഅ്തിഖാദും അതേപോലെ മറ്റ് കൈ, കാല്, കണ്ണ്, മൂക്ക്, നാക്ക് പോലത്തതായിരിക്കുന്ന അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങളും, അതാണ് ആര് ഈമാൻ എന്ന് പറയുന്നത്. ഇത് യസീദു വയൻഖുസു, ഇതാണ് രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് ഉള്ളത്. ഒന്നാമത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ, അന്നുതുഖു ബിശ്ശഹാദത്തൈൻ, ഷഹാദത്തൈനി കൊണ്ടിട്ടുള്ള ഉച്ചരിക്കൽ. ഏത്? ഖൗല് എന്ന് പറഞ്ഞാൽ. വഅമ്മൽ അമലു വൽ മുറാദു ബിഹി മാ ഹുവ അഅമ്മു മിൻ അമലിൽ ഖൽബി വൽ ജവാരി ലിയദ്ഖുലൽ ഇഅ്തിഖാദു വൽ ഇബാദാത്തു. അമൽ ഫീല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇഅ്തിഖാദ് അടക്കമുള്ള അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ മനസ്സിലുള്ള ദൃഢമായിരിക്കുന്ന ഉറപ്പ്, വിശ്വാസം, പിന്നെ കൈകള്, കാലുകളെ കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതാണ് അമല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതാണ് ആര് ഈമാൻ എന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ടെണ്ണം നമ്മൾ ഈമാനിന്റെ മിസ്ദാക്കിൽ ഈ കൗലും അമലിനെയും ഉൾക്കൊള്ളിച്ചതിന്റെ താല്പര്യം ഇത് ആരെടുത്തുള്ള ഈമാനാ പറയുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ. അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യമായിരിക്കുന്ന ഈമാൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തത് വേറെ പറയാം. ومراد من أدخل ذلك في تعريف الإيمان ومن نفاه إنما هو بالنظر إلى ما عند الله. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഈമാൻ അഥവാ നമ്മളെ കുറിച്ച് അള്ളാഹു തആല മൂമിനാണെന്ന് വിലയിരുത്താൻ, എന്നിട്ട് അതിനെ തുടർന്നിട്ടാണല്ലോ നജാത്ത് അതുപോലെ ഈ കാബുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈമാനിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏത് കൗല് എന്ന് പറഞ്ഞ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുക, നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിവുള്ളവന്. അമല് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള വിശ്വാസവും മറ്റ് ബാഹ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളും. ഇതുണ്ടെങ്കിലേ അള്ളാഹുവിന്റെ അടുക്കൽ ഈമാൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഈമാനെ കുറിച്ചാണ് ഇപ്പൊ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാർ, കൂടുതലും മുഹദ്ദിസീകളാണ് ആ വിഭാഗത്തിലുള്ളത്. മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാർ അവർ പറയുന്നു ഹുവ ഇഅ്തിഖാദുൻ ബിൽ ഖൽബി വനുതുഖും ബിൽ ലിസാനി വഅമലുൻ ബിൽ അർക്കാൻ. ഇത് മൂന്നും വേണം. മുഅ്മിനാകണമെങ്കിൽ, ഈമാൻ വേണമെങ്കിൽ ഖൽബ് കൊണ്ട് ഇഅ്തിഖാദ് വേണം, നാവ് കൊണ്ട് ഉച്ചരിക്കണം, ബാഹ്യ പ്രവർത്തന കർമ്മങ്ങളെ കൊണ്ട് അവയവങ്ങളെ കൊണ്ട് കർമ്മങ്ങളിൽ നിരതരമാവുകയും വേണം. വഅറാദു ബിദാലിക അന്നൽ അമാല ശർത്തുൻ ഫീ കമാലിഹി. അതവിടെ മനസ്സിലാക്കുക. ഈ മൂന്നെണ്ണം വേണമെന്ന് നമ്മുടെ സലഫ് പറയുന്നു. പൂർവീകരായിരിക്കുന്ന പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ മുതൽക്ക് പൂർവീകരായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുമ്പോൾ അത് ഈമാനിന്റെ ഭാഗങ്ങൾ, ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ, ഈമാൻ പരിപൂർണമാകണമെങ്കിൽ ഇതെല്ലാം വേണം. എന്നെങ്കിലേ ഈമാൻ പരിപൂർണമാകുകയുള്ളൂ. ഇവിടുന്നാണ് വമിൻ ഹുന നശഅലഹും അൽ ഖൗലു ബിസ്സിയാദത്തി വന്നുഖ്സാൻ. സിയാദത്ത് നുഖ്സാനിനെ സ്വീകരിക്കും ഈമാൻ. കാരണം പ്രവർത്തനങ്ങൾ കൂടിയാൽ അവിടെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും എന്താവും. പ്രവർത്തികളെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ 2 റക്അത്ത് 4 റക്അത്ത് എത്രയോ റക്അത്തുകൾ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നവര് പോട്ടെ, ഫർളിന്റെ കാര്യത്തിൽ തന്നെ അമാന്തം കാണിക്കുന്നവര് എല്ലാം ഇല്ല. അപ്പോൾ അമലുകൾ ഈമാനിന്റെ മുക്തതയിൽ പെട്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നുഖ്സാന് സിയാദത്തിനെ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ടിട്ടാണ് അവർ പറയുന്നത് ഈമാൻ സിയാദത്ത് നുഖ്സാനിനെ സ്വീകരിക്കും എന്ന്. എന്നാൽ ഇത് സലഫു സാലിഹീങ്ങളുടെ വിശ്വാസമാണ്. മുർജിയത്തു, അവിടെ മുർജിയത്ത് എന്നൊരു വിഭാഗമുണ്ട്. അവര് പറയുന്നത് കാലു വയത്തിക്കാതും വനുത്തുക്കും ഫഖത്ത്. വിശ്വാസവും നാവ് കൊണ്ട് പറയുകയും ചെയ്താൽ മതി, പ്രവർത്തനത്തിന് അതിൽ പങ്കില്ല. നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, അതേപോലെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി, പ്രവർത്തനങ്ങൾക്ക് ഈമാനിൽ പങ്കില്ല എന്ന് മുർജിയത്ത് പറയുന്നു. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, കറാമിയത്ത് എന്ന് പറയും. അവര് പറയുന്നത് കാലു ഓ നുതുഖ് ഫഖത്ത്, ഷഹാദത്തു കലിമ ഉച്ചരിച്ചാൽ ഓ മുസ്ലിമാണ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് നബി? അവർക്ക് ഒരുപാട് തെളിവുകളുണ്ട്. ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫൈദാ ഖാലുഹ അസമു മിന്നി ദിമാഅഹും വ അംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം. അങ്ങനെയല്ലേ അവർ പറയുന്നത്, നബി പഠിപ്പിച്ചത്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സുരക്ഷിതനാണ്. അവന്റെ ശരീരം, അവന്റെ സമ്പത്ത്, അവന്റെ സന്താനങ്ങൾ അവൻ സുരക്ഷിതനാക്കി. അതല്ലേ നബി പറഞ്ഞിരിക്കുന്നത്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്
ദഖലൽ ജന്ന. ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ വാക്ക് അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാക്ക് അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചാൽ സ്വർഗ്ഗത്തിലാണ്. അപ്പോ ഓൽക്ക് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോ ഓല് പറയണത് വെറും നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ മതി, വിശ്വാസത്തിന്റെയോ പ്രവർത്തനത്തിന്റെയോ ആവശ്യമില്ല എന്ന് കറാമിയത്ത് പറയുന്നു. എന്നാൽ മുഅ്തസിലികള് അവരാണ് ഈ വിഷയത്തിൽ കുറച്ചും കൂടെ കഠിനമായിരിക്കുന്ന പിടുത്തം, കടുത്ത പിടുത്തം പിടിച്ചിരിക്കുന്നത് മുഅ്തസിലികളാ. ഓല് പറയുന്നത് ഹുവ ഈമാൻ എന്ന് പറഞ്ഞാൽ അമൽ, അൽ അമലു വൻ നുതുഖു വൽ ഇഅ്തിഖാദു, മൂന്നുമാണ്. ആര് പറഞ്ഞതുപോലെ? നമ്മളെ സലഫ് പറഞ്ഞതുപോലെ മൂന്നുമാണ്. വിശ്വാസവും ഉച്ചരിക്കലും പ്രവർത്തനവും മൂന്നും വേണം. പക്ഷെ വ്യത്യാസമുണ്ട്. സലഫും മുഅ്തസിലികളും പറയുന്ന വ്യത്യാസമുണ്ട്. വൽ ഫാരിഖു ബൈനഹും വബൈന സലഫി അന്നഹും ജഅലുൽ അഅമാല ശർത്തൻ ഫീ സിഹ്ഹതിഹി. മുഅ്തസിലികൾ പറയുന്നത് പ്രവർത്തനങ്ങൾക്ക് ഈമാനിന്റെ സിഹ്ഹത്തിന് ആവശ്യമാണ്. ഈമാൻ സഹിയാകണമെങ്കിൽ പ്രവർത്തനം വേണം. വിശ്വാസവും നാവ് കൊണ്ടിട്ടുള്ള ഉച്ചാരണം ഉണ്ടായതുകൊണ്ട് ആള് മുഅ്മിനാവുകയില്ല. ജവാരിഹികളെ കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. അഥവാ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം. ഇതിൽ എന്തിലെങ്കിലും അമാന്തം കാണിച്ചാൽ ഓൻ മുഅ്മിനല്ല, ഓന്റെ ഈമാൻ സഹിയല്ല. അതേ സമയത്ത് സലഫ് പറയുന്നത് എന്താ? വസ്സലഫു ജഅലുഹ ശർത്തൻ ഫീ കമാലിഹി. ഇവിടെ വ്യത്യാസം. സലഫും പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം തന്നെയാണ് മുഅ്തസിലികൾ പറയുന്നത് പോലെ. പക്ഷെ സലഫ് പറയുന്നത് കമാലിന്റെ ഭാഗമാണ്, കമാലിന്റെ ഭാഗം. മറ്റോല് പറയുന്നത് സിഹത്തിന്റെ ഭാഗം. മനസ്സിലാക്കണം, സിഹത്തിന്റെ ഭാഗം. അതിനൊരു ഉദാഹരണം അവർ കാണിക്കുന്നുണ്ട്. നമ്മളൊരു മരം എന്ന് പറയുന്നത് ഏതാ? നമ്മൾ ഒരു മരം എന്ന് പറയുന്നത് ഏതാ? അതിന്റെ വേരും കൊമ്പും ചില്ലയും അടക്കമുള്ളതല്ലേ മരം? അതെ. അപ്പൊ ഒരു കൊമ്പ് പോയി, മരല്ല, മരല്ല, പോട്ടെ, അത് പോട്ടെ. ഒരു മനുഷ്യൻ നമ്മളെ കൂട്ടുക. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക്, മുടി, നഖം ഇതൊക്കെ കൂടിയല്ലേ നമ്മള്. അപ്പൊ നമ്മുടെ മുടി പോയി, ഒരു കയ്യ് പോയി, കാല് പോയി, മനുഷ്യനല്ല, മനുഷ്യനല്ല. പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതാണ് സലഫ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് പരിപൂർണനാകുക. ആ മരം പരിപൂർണമാകണമെങ്കിൽ അതിന് കൊമ്പും ചില്ലകളൊക്കെ വേണം. അതില്ല എങ്കിൽ മരം എന്ന് പറയും, പക്ഷെ പരിപൂർണത അതിനിക്കില്ല. നമ്മുടെ കയ്യോ കാലോ പോയിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ മനുഷ്യൻ തന്നെയാണ്. അതേ സമയത്ത് പരിപൂർണനല്ല നമ്മൾ. സലഫും മുഅ്തസിലികളും തമ്മിലുള്ള വിശ്വാസം പിന്നെ വ്യത്യാസം അവിടെയാണ് കിടക്കുന്നത്. പിന്നെ അതിന്റെ പുറമെ പിന്നെ മുഅ്തസിലികൾക്കൊരു വിശ്വാസവും കൂടെ ഉണ്ട്. ഒരു കുഫറിന്റെയും ഈമാനിന്റെ ഇടയില് പിന്നെ വാസിത്തുണ്ടാക്കുന്നവരാ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതായിരിക്കുന്ന ആളെ കുറിച്ച് അവര് പറയുന്നത് മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് മുഅ്മിൻ എന്ന് പറയാൻ പറ്റും. കാഫിർ അല്ല, കാഫിർ എന്ന് പറയാനും പറ്റില്ല. എന്തേ? ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാഫിർ എന്നും പറയാൻ പറ്റൂല. ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വാസിത സൃഷ്ടിക്കുന്നവരാ മുഅ്തസിലികൾ എന്ന് പറയുന്നത്. അതാ നമ്മൾ പഴയ കാലത്തുള്ള നമ്മളെ ബാബു മഅരിഫത്തുൽ കുബ്റ എന്ന് പറഞ്ഞ് നമ്മളെ, അത് വലിയ കിതാബാ. അത് ഇപ്പോഴാണൊക്കെ നമുക്കൊക്കെ കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കുട്ടിക്കാലത്താണ് നമ്മളത് ഓതുക. എന്ത് കീലക്ക എന്നോട് ചോദിച്ചാൽ ഹൽ ബൈനൽ ഈമാനി വൽ കുഫ്രി വാസിത്തുൻ, ഈമാന്റെയും കുഫറിന്റെയും ഇടയിൽ വാസിത്തുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഫഖുൽത, നീ പറഞ്ഞോ അല്ല. നമ്മൾ അന്ന് മുതൽക്ക് ഈ വാദാണ് പഠിച്ചു. അതൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇവരങ്ങനെ ഒരു പിന്നെ വാസിത സൃഷ്ടിക്കുന്നവരാ. നമ്മൾ സലഫിന്റെ അടുത്തുള്ള അങ്ങനത്തെ ഒരു വാസിത്തില്ല. ഈമാൻ കഴിഞ്ഞാൽ കുഫർ, കുഫർ കഴിഞ്ഞാൽ ഈമാൻ, അങ്ങനെ തന്നെയാണ് ഉള്ളത്.
അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനും പ്രവർത്തിക്കാനും ഉള്ളത്. ഇതൊക്കെ അപ്പൊ നമുക്ക് മൊത്തം മനസ്സിലായല്ലോ. ഇത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഈമാനിനെ കുറിച്ചാ പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ വ്യക്തി മൂമിനാകാനുള്ള മാനദണ്ഡങ്ങളാ സംസാരിക്കുന്നത്. എന്നാൽ അമ്മാ പിന്നതിരി ഇലമ ഇന്ധന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളെ മുഅ്മിൻ മുസ്ലിം എന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഫല്ലീമാനു ഹുവൽ ഇഖ്റാറു ഫഖത്ത്. അത് ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറഞ്ഞാൽ നമ്മൾ മൂമിനായിട്ട് അവൻ അംഗീകരിക്കും. നാവ് കൊണ്ട് പറഞ്ഞാൽ ഓന്റെ മനസ്സിലുണ്ടോ, ഓന്റെ പ്രവർത്തനത്തിലുണ്ടോ, അതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല, നമ്മൾ നോക്കുകയും ഇല്ല. പണ്ട് കഥകളൊക്കെ നമുക്കറിയാലോ. ഉസാമ റളിയല്ലാഹു അൻഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരാളെ കൊന്നു. എല്ലാ ആൾക്കാരും ഇവര് മുസ്ലിം സേന മാർച്ച് ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ പാടെന്തായി? ഓടി. മുസ്ലിം സേനയെ കണ്ടപ്പോൾ ഓടി. ഒരാൾ മാത്രം ഓടിയില്ല. ഒരാൾ ആ മരത്തുമ കയറി, അവിടെ ഉണ്ടായിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു, അവിടെ കയറി. മറ്റുള്ളവരൊക്കെ ഓടി മുസ്ലിമീങ്ങളെ പേടിച്ചുകൊണ്ട്. അയാൾ മൂമിനായിരുന്നു, അത് മരത്തിന്റെ മുകളിലുള്ള ആള്. ഇവര് ചെന്ന് കണ്ട് തക്ബീർ മുഴക്കിയ അവസരത്തിൽ ഇത് നമ്മളുടെ ആൾക്കാരാണല്ലോ, പേടിക്കേണ്ടവരല്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വന്നപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു തന്റെ കുന്തം കൊണ്ടൊരു കുത്താണ് കൊടുത്തു. അന്റെ ഇസ്ലാം വാള് കണ്ടിട്ട് മുസ്ലിം ആകുക, വാള് കണ്ടിട്ട് ആ മുസ്ലിം ആയത്, കൊന്നു. ഈ വിഷയം മദീനയിൽ എത്തിയതിന് ശേഷം സഹാബികൾ തങ്ങളോട് വിവരിച്ചു കൊടുത്തു, നബിയെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെ, അങ്ങനെ ഉണ്ടായോ? തങ്ങൾ വിളിച്ചു ഉസാമയെ, ഉസാമ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ഒരു മനുഷ്യനെ നീ കൊന്നോ? ഉസാമ പറഞ്ഞു, നബിയെ, അയാള് മുസ്ലിമായതല്ല, മൂമിനായതല്ല, എന്റെ വാള് കണ്ട് എന്റെ കുന്തം കണ്ട് പേടിച്ചു കണ്ടിട്ട് മുസ്ലിമായതാ. എന്നാലടാ അഫലാ ശകക്ത കൽപ്പഹു, അയാളുടെ ഹൃദയം ഒന്ന് തുറന്നു നോക്കാറുന്നോ നീ? അപ്പൊ ഈ ഹൃദയത്തിലുള്ളത് പ്രവർത്തിക്കുന്ന ആളാ. ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണോ എന്റെ പ്രവർത്തനം? അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് തുറന്നു നോക്കാറുന്നോ? അതിൽ ഈമാണ്ടോ അല്ലേന്ന്? നബിയെ, പറ്റിപ്പോയി, ഇനിമേലിൽ പറ്റുകയില്ല. എടോ, ഇജ് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളെ കൊന്നു എന്നാ പറഞ്ഞത്. തങ്ങൾ ഈ വാക്ക് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളെ കൊല്ലേ? മൂപ്പര് പറയാണ്, ഞാൻ അന്നും കണ്ട് മുസ്ലിം ആയാ മതിയായിരുന്നു, എല്ലാ ദോഷങ്ങളും പൊറുക്കുമല്ലോ, അതുവരെ ഉള്ളതൊക്കെ. അത്രക്കും വിഷമിച്ചു. അപ്പൊ നമ്മളോട് എന്തേ നിർദ്ദേശിച്ചിട്ടുള്ളൂ? ബാഹ്യമായിരിക്കുന്ന രൂപങ്ങൾ മാത്രം. നഹ്നു നഹ്കുമു ബില്ലവാഹിരി വനക്കിലു സറായിറ അല്ലാഹ്. നമുക്കിവിടെ അത്രേ ബാധ്യതയുള്ളൂ. ബാഹ്യമായിട്ട് എന്താണോ അവിടെ പ്രകടിപ്പിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇവിടെ പ്രവർത്തിക്കും. ഉനക്കിലു സറായിറ അല്ലാഹ്, രഹസ്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് വിടും, അത് അള്ളി ഓലേറ്റായിക്കോളും. നമുക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് ചമയുന്നത്? നിങ്ങൾ തന്നെ, നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധ ചരിത്രമല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈൻ്റെത്. മുനാഫിക്കിന്റെ ചെയർമാനാ. നബിയെയും സഹാബത്തിനെയും ഇത്രമാത്രം വിഷമമുണ്ടാക്കിയ, ഇടങ്ങേറാക്കിയ, മർദ്ദിച്ച വിഭാഗത്തിന്റെ തലവനാണ് അവൻ. വൈഫിന്റെ കേസിലൊക്കെ അവനല്ലേ മുമ്പന്തിയിലുണ്ടായിരുന്നത്. ഐഷാബിയുടെ പേരിൽ നടത്തിയതായിരിക്കുന്ന വ്യഭിചാരാരോപണം, അതിന്റെയൊക്കെ തലപ്പത്ത് പ്രവർത്തിച്ചവനല്ലേ അവൻ. എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്കും നബിക്കും ദീനിനും അങ്ങേയറ്റം എതിര് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദുഷ്ടന ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. അവൻ മരിച്ചു. മകൻ നല്ലവനാട്ടോ, നല്ല സഹാബിയാണ് മകൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, വാപ്പ മരിച്ചിട്ടുണ്ട്, തങ്ങൾ അവിടുത്തൊന്ന് വരണം.
വാപ്പ മരിച്ചിട്ടുണ്ട്, തങ്ങൾ വരണം. ഞാൻ വരാം. എപ്പോഴാണ് വേണ്ടിച്ചെങ്കിൽ സമയം പറഞ്ഞോ, ഞാൻ വരണ്ട. തങ്ങൾ ഒരു കുപ്പായം തരണം. എന്തിന്? എന്റെ വാപ്പാനെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ടാ. തങ്ങൾ ധരിച്ചതായിരിക്കുന്ന ഒരു കുപ്പായം കൊണ്ട് കഫൻ ചെയ്യുകയാണെങ്കിൽ ശിക്ഷ ഉണ്ടാവൂല എന്ന് ഞാൻ എനിക്ക് അറിയാം. അന്നൊക്കെ സൈനബാബി വഫാത്തായപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടായില്ല. തങ്ങളുടെ ഷർട്ട് തങ്ങളുടെ ശരീരത്തിലുള്ളത് കൊടുത്തു. തങ്ങൾ ഒരു കൂട ധരിച്ചു വന്നപ്പോ ഒരു സാബി പറഞ്ഞില്ലേ, നബി അത് എനിക്ക് വരുമോന്ന് ചോദിച്ചില്ലേ? ആൾക്കാരൊക്കെ പാടെ അയാളെ നേരെ തിരിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഞാന് ഇത് എനിക്ക് ധരിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ മരിക്കുമ്പോ എനിക്ക് കഫനാക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ആൾക്കാരൊക്കെ പാടെ അയാളെ നേരെ തിരിഞ്ഞപ്പോ ഉടനെ എന്തൊരു പണിയാ ചെയ്തത്? തങ്ങൾക്ക് എന്തൊരു ഇഷ്ടമുള്ള വസ്ത്രമായിരുന്നു അത്. ആ വസ്ത്രം ധരിച്ചു വന്നപ്പോ ഇജാണ് ചെന്നിട്ട് അത് എനിക്ക് തരുമോ, അത് എനിക്ക് തരുമോ? തങ്ങൾ ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ മടക്കണ സ്വഭാവം തങ്ങൾക്കില്ല. അനക്കറിയില്ലേ എന്തൊരു പണിയാടാ നീ ചെയ്തത്? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, എനിക്ക് ധരിക്കാനല്ല, എനിക്ക് ധരിക്കാനല്ല, ഇത് ഞാൻ മരിക്കുന്ന അവസരത്തിൽ എനിക്ക് കഫനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അവരാരും മിണ്ടിയില്ല. മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകൻ യസീദിനോട് വസിയത്ത് ചെയ്തതെന്താ? എനിക്ക് നബി ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന അവസരത്തില് തങ്ങളൊക്കെ ഒന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ചൊരിച്ചു കൊടുക്കുകയാണ്. ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടിമുടി നോക്കി. തങ്ങളുടെ സ്വഭാവം അതാണല്ലോ. മൊത്തത്തിൽ ഒരു വാദം പറയുന്ന ആളല്ല തങ്ങൾ. എന്താ? ഓരോ വ്യക്തികളെയും കടഞ്ഞെടുത്ത് ശുദ്ധീകരിക്കുന്ന ആളാണ്. ഓരോ വ്യക്തികളിലെയും മേൽ തങ്ങളുടെ കണ്ണെത്തും. അപ്പൊ ഇതിങ്ങനെ നോക്കിയ അവസരത്തിൽ അടിമുതൽ മുടി വരെ നോക്കിയ അവസരത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ട് ഒരു ഭാഗത്ത് കീറിയിട്ടുണ്ട്, ഇവിടുന്ന് ആയത്തിക്ക് പോന്നിട്ടുണ്ട്. അപ്പോ ചോദിച്ചു, യാ മുആവിയ അലാ അക്സുക കമീസൻ, മുആവിയ നിനക്ക് ഞാൻ ഒരു കമ്മീസ് ധരിപ്പിക്കട്ടെ, ഒരു കുപ്പായം തരട്ടെ. എന്തൊരു സന്തോഷം! ഒരു കുപ്പായം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ആ കാലത്ത് വലിയൊരു കിട്ടല. അതിന്റെ പുറമെ തങ്ങൾ ധരിച്ച ഒരു കുപ്പായം കിട്ടുക എന്ന് പറയുന്നത്, അത് മൂപ്പര് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ട് മരണസമയത്ത് മകൻ യസീദിനെ വിളിച്ചിട്ട് പറയണം, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നീ കുളിപ്പിക്കണം, എന്നെ നീ കഫൻ ചെയ്യണം. ഈ കഫൻ ചെയ്യുന്ന അവസരത്തില് ഞാൻ നമ്മുടെ പെട്ടിയിലെ അകത്ത് തങ്ങൾ എനിക്കൊരു ഷർട്ട് തന്നിട്ടുണ്ട്. ആ ഷർട്ട് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വസ്ത്രം നീ കൊടുന്നുകൊണ്ട് എന്റെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമാക്കി വെക്കണം നീ. പിന്നെ തങ്ങൾ ഒരു ദിവസം നഖം മുറിച്ചതായ അവസരത്തില് കുറച്ച് നഖം, തങ്ങൾ മുടികളഞ്ഞതായിരിക്കുന്ന അവസരത്തിൽ കുറച്ച് രോമം തങ്ങളുടേത് ഞാൻ ഭദ്രമായിട്ടൊരു കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ രോമവും ആ മുടിയൊക്കെ കുറേശ്ശെ എൻ്റെ കണ്ണിലും അതേപോലെ എൻ്റെ ചുണ്ടിലും എൻ്റെ മൂക്കിലും നീ വെക്കണം. എൻ്റെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രം തങ്ങൾ എനിക്ക് തന്നതായ വസ്ത്രമാക്കുകയും ചെയ്യണം. എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? ആ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നഫഅനി ശൈഉൻ നഫഅനി ഹാദാ, വല്ല സാധനവും എനിക്ക് ഉപകാരം കിട്ടുമെങ്കിൽ നഫഅനി ഹാദാ, ഇതെനിക്ക് ഉപകരിക്കും, ഇതെനിക്ക് ഉപകരിക്കും. ഇതൊക്കെ ഇവർ മനസ്സിലാക്കിയതാ, ഇതൊക്കെ ഇവർ മനസ്സിലാക്കിയ. സൈനബാബിയെ കുളിപ്പിച്ചപ്പോ എന്താ ഉമ്മു അത്തിയത്തിനോട് തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഫൈദ ഫറഗ്തുന്ന, നിങ്ങൾ കുളിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ ഫആദിന്നനി, ആ വീരം എനിക്ക് കൊണ്ട് തരുവുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മോള് മൂത്ത മകള് സൈനബാബി വഫാത്തായപ്പോൾ ഉമ്മു അത്തിയത്താണ് കുളിപ്പിക്കുന്ന എനിക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഉമ്മു അത്തിയത്ത് പറഞ്ഞു, നബിയെ കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ അതുവരെ ധരിച്ചിരുന്ന അര ഉടുപ്പ് തന്നിട്ട് തങ്ങൾ ഞങ്ങളിലേക്ക് ഇട്ട് തന്നിട്ട് അവളുടെ മുടിയോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ഇതാക്കണം. അപ്പൊ തങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്, സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്നും കേവലം ഒരു ബോഡി വേസ്റ്റുകളല്ല,
കേട്ടോ, വലിയ വർക്കത്തുള്ളതായിരിക്കുന്ന കാര്യങ്ങളാ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാ. അങ്ങനത്തെ ഒരു കുപ്പായം ആരോട് വന്നാ ചോദിച്ചത്? തങ്ങളോട് മകൻ വന്ന് അബ്ദുല്ലാഹിബിന് ഉബയ്യിനിക്ക് വേണ്ടി, മുനാഫിക്കുകളുടെ നേതാവിന് വേണ്ടിയിട്ട് ചോദിച്ചു. തങ്ങൾ കൊടുത്തു. നീ നിസ്കരിക്കാനുള്ള സമയമാകുമ്പോ പറയണ്ട കേട്ടോ. അങ്ങനെ നിസ്കരിക്കാനുള്ള ടൈമായപ്പോ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ ഉമർ റളിയല്ലാഹു എന്താ നബി കാണിക്കണത്? ആരായി മരിച്ചു കിടക്കണത്? ഈ ജഡം ആരുടേതാണ്? ഈ ബോഡി, ഡെഡ് ബോഡി ആരുതാ? തങ്ങൾക്കറിയാം. അതിപ്പോ എന്താ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് തങ്ങൾ പടച്ചോൻ പറഞ്ഞിരിക്കണത് 70 തവണ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താലും ഞാൻ പുറത്തു കൊടുക്കൂല എന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 71 പ്രാവശ്യം ഞാൻ ചെയ്യും. എന്താണ് ആ കനിവ്, ആ കാരുണ്യം എന്താ? ജീവിതത്തിൽ ഉടനീളം തങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും അടങ്ങേറും ഉണ്ടാക്കി തീർത്ത ആ മനുഷ്യൻ, അവനെ കുറിച്ചാ പറഞ്ഞത്. തങ്ങളുടെ തുപ്പുനീര് അവന്റെ തൊള്ള തൊളിപ്പിച്ച് കണ്ടിട്ട് അതിൽ തേച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോ തങ്ങളുടെ ഒറ്റ തട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്താ ഈ കാണിക്കണത് എന്ന് പറഞ്ഞു. ഇതൊന്നും ഉണ്ടായിരിക്കെ, എന്നോട് ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. തങ്ങളത് ചെയ്തു കൊടുത്തു. ഉടനായത്ത് ഇറങ്ങി ലാ തഖും അലാ ഖബരിഹി വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാതാ അബദൻ വലാ തഖും അലാ ഖബരിഹി. ഒരിക്കലും നബിയെ തങ്ങൾ മുനാഫിക്കീങ്ങൾക്ക് നിസ്കരിച്ചു പോകരുത്. വലാ തഖും അലാ ഖബരിഹി, ഖബറിന്റെ അവിടെ ദ്വാരക്കാൻ പോയി നിൽക്കാനും പാടില്ല. അള്ളാഹ് പറഞ്ഞത് ഖുർആനിൽ. വേണ്ട. അപ്പൊ ഓനത് ഉപകാരം കിട്ടും എന്ന് നമ്മൾ വിചാരിക്കണ്ട. അപ്പൊ നമ്മളൊക്കെ പറയാറില്ലേ, റമദാൻ 27-ാം തീയതി ഒക്കെ പിന്നെ മരിച്ചാല് വലിയ കൂലിയാണ്, വെള്ളിയാഴ്ച രാവിന് മരിച്ചാൽ വലിയ കൂലിയാണ്, നല്ല പുണ്യമുള്ള ദിനങ്ങൾ മരിച്ചാൽ വലിയ കൂലിയാണ് നമ്മൾ പറയാറില്ലേ. എത്ര ചെറുമക്കൾ വെച്ചാകണം റമദാനില്? അപ്പൊ അത് കിട്ടേണ്ടവർക്കേ കിട്ടുള്ളൂ, അർഹതപ്പെട്ടവർക്കേ കിട്ടുള്ളൂ. അപ്പൊ അത് അവിടുന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളിപ്പോ ചുരുക്കത്തിൽ നമ്മൾ പറയുന്ന വിഷയം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നാവ് കൊണ്ട് ഇഖ്റാർ ചെയ്തു ഞാൻ മുസ്ലിമാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ നാവ് കൊണ്ട് ഉരുവിട്ടാൽ അവൻ മൂമിനായിട്ട് നമ്മൾ നടത്തും. പിന്നെ വമൻ അഖറ ഉജ്രിയത്ത് അലൈഹിൽ അഹ്കാമു ഫിദ്ദുന്യ, ഈ ദുന്യാവിലുള്ള നിയമങ്ങൾ ഓന്റെ മേൽ നമ്മൾ നടപ്പിൽ വരുത്തും. നമുക്ക് അത്രേ കാര്യമുള്ളൂ. നമ്മളോട് നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. തങ്ങൾ പലപ്പോഴും അത് പറയാറുണ്ട്. കേസും കുലുമാലും കൂട്ടുന്ന അവസരത്തിൽ ആൾക്കാർ വന്ന് കണ്ടിട്ട് ഓരോ പ്രശ്നങ്ങള് ഓരോരുത്തർ അവരവരുടെ വാദങ്ങൾ വാചാലമായിട്ട് സംസാരിച്ചു. നമുക്ക് തോന്നും എന്ത് വളരെ സത്യസന്ധന. അതേപോലെ അതേ അവസരത്തില് സത്യസന്ധനായ ഒരാളുണ്ട്, ഓനത് പറഞ്ഞിട്ട് ഇങ്ങനെ മുക്കി മൂളി പറഞ്ഞിട്ടിങ്ങനെ അപ്പൊ തന്നെ ഇത് നോണയാണ്. അതിനെ കുറിച്ചാ പറഞ്ഞത്. തങ്ങൾ പറയാ, നിങ്ങളിൽ ചില ആൾക്കാര് തന്റെ വാദവുമായിട്ട് വളരെ വാചാലം ഉണ്ടായിരിക്കും. തന്റെ സഹോദരന്റെ അവകാശത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരവകാശം ഓന്റെ വാദപ്രകാരത്തിൽ ഞാൻ വിധിച്ചു കൊടുത്താൽ മനസ്സിലാക്കിക്കൊട്ടെ, ഞാൻ നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ടമാണ് ഞാൻ അവർക്ക് വിധിച്ചു കൊടുക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കട്ടെ. അപ്പൊ നബി തന്നെ പിന്നല്ലേ നമ്മളെ സാധാ കാദ്യമാര് അതേ സാധാ മൂല്യന്മാര് പിന്നല്ലേ നബിയെ പറഞ്ഞത്, ഞാൻ വിധിച്ചു കൊടുത്തത് നരകത്തിൽ നിന്നുള്ളൊരു കഷ്ടമാണ്.
അത് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. ഞാൻ കാലി വിധിച്ചു അല്ലെങ്കിൽ നബി വിധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഹലാലാവുകയില്ല. ഉള്ള് ഹലാലാക്കണ പണി നമുക്കില്ല. നമ്മൾ ബാഹ്യരൂപം, അതാണ് ആകെ തുക ഇതുവരെ പറഞ്ഞത്. എന്ത് ബാഹ്യമായിരിക്കുന്ന രൂപത്തിലാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു കേസ് കുലുമാൽ ഉണ്ടാകുകയാണെങ്കിൽ കാലി ചോദിക്കും, എനിക്ക് തെളിവുണ്ടോ മുദ്ദയിനോട്? എനിക്ക് തെളിവൊന്നുമില്ല. നാം മുദ്ദാലി സത്യം ചെയ്യും. അങ്ങനല്ലേ നിയമമുള്ളത്? അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ. അപ്പൊ ഇവന് തെളിവൊന്നുമില്ല. അപ്പൊ മറ്റവൻ സ്വാഭാവികമായിട്ടും അവനാണ് സത്യം ചെയ്യും. നമ്മൾ അവനക്ക് അനുകൂലമായിട്ട് വിധിച്ചു കൊടുക്കും. ഹലാലാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മളുടെ നിയമങ്ങളൊക്കെ ബാഹ്യമായിരിക്കുന്ന രൂപമാണ്. അപ്പോ ഷഹാദത്ത് കലിമ പുറത്തേക്ക് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ മൂമിനായിട്ട് നമ്മൾ കണക്കൂട്ടും. വലം യുഹ്കം അലൈഹി ബികുഫ്രിൻ, കുഫർ കൊണ്ടിട്ട് അവന് നമ്മളെ വിധിക്കുകയില്ല. ഇല്ലാ ഇനിക്തറന ബിഹി ഫീലുൻ യദുല്ലു അലാ കുഫ്രിഹി കസുജൂദി ലിസ്സനമി. ഇങ്ങനെ ബാഹ്യമായിരിക്കുന്ന രൂപത്തിൽ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, പക്ഷെ ഓനിൽ നിന്നും മറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ ബിംബത്തിന് സുജൂദ് ചെയ്യാം. ബിംബത്തിന് സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ കാഫറായിട്ട് നമ്മൾ പരിഗണിക്കും. അതും നമ്മൾ പ്രവർത്തി കൊണ്ടിട്ടാണ്, ബാഹ്യമായ പ്രവർത്തി കൊണ്ടിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ വൈകാനൽ ഫീലു ലാ യദുല്ലു അലൽ കുഫ്രി കൽ ഫിസ്കി, ഓൻ ചെയ്തതായിരിക്കുന്ന പ്രവർത്തി കുഫറിന്റെ മേലൊന്നും അറിയിക്കൂല, പക്ഷെ ഫിസ്ക് ഉണ്ടാക്കി തീർക്കും. കള്ളു കുടിക്കുക, നിസ്കാരം ഉപേക്ഷിക്കുക പോലത്തതായിരിക്കുന്ന കാര്യമാണെങ്കിൽ ഒമൻ നത്തിലക്ക അലൈഹിൽ ഈമാൻ ഫബിന്നദിരി ഇലാ ഇഖ്റാരി, ഓനെ നമ്മൾ മൂമിനാണെന്ന് പറയും. എന്താ? ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ടുണ്ട്. ഒമൻ നഫാ അന്നുൽ ഈമാൻ, ആരെങ്കിലും മോൻ ശരിയാ മൂമിനല്ല എന്ന് പറഞ്ഞ ഫബിന്നദിരി ഇലാ കമാലി, പൂർണ്ണ ഈമാനില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പൂർണ്ണ ഈമാൻ ഉണ്ട് എങ്കിൽ ഓൻ അത്തരം പ്രവർത്തി ചെയ്യുകയില്ല. ഒമൻ അതിലക്ക അലൈഹിൽ കുഫ്ര, ഓന്റെ മേൽ കുഫർ പറഞ്ഞാലോ ഫബിന്നദിരി ഇലാ അന്നഹു ഫഅല ഫീലൽ കാഫിരി, കാഫിർ ചെയ്യുന്നത് പോലത്തെ പ്രവൃത്തി അവൻ ചെയ്തു എന്നാണ് അർത്ഥം. ഒമൻ നഫാവു അൻഹു, അതിനെ നഫി ചെയ്താലോ ഫബിന്നദിരി ഇലാ ഹഖീഖത്തിഹി, യഥാർത്ഥത്തിലുള്ള കാഫിർ അല്ല, ആ രൂപത്തിലുമാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇങ്ങനെയാണ്. അസ്ബത്തത്തിൽ മുഅ്തസിലത്തു വൽ വാസിതത വഖാലു അൽ ഫാസിഖു ലാ മുഅ്മിനുൻ വലാ കാഫിർ. ഒരു പറയുന്നത് ഫാസിഖും മുഖല്ലദുന, മുഅ്മിനെന്ന് പ്രവൃത്തി വേണ്ടേ. കാഫിർ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രണ്ടും പറയാൻ പറ്റില്ല. പക്ഷെ ഫാസിഖും മുഖല്ലദ്, കാലാകാലം നരകത്തിൽ, കാഫിർ എന്ന് പറയണില്ല എന്ന് മാത്രം, കാലാകാലം നരകത്തിൽ. അതാണ് മുഅ്തസിലികളുടെ വിശ്വാസമുള്ളത്. പിന്നെ രണ്ടാമത്തെ, അപ്പോ ഫീലുൻ വഖൗലുൻ ഈമാൻ, അതിന്റെ തുക ഇപ്പോ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഒരു സബ്ജക്റ്റാണ് യസീദു വയൻകുസു, അത് ഏറ്റക്കുറവുണ്ടാവുമോ, ഈമാനിൽ ഏറ്റക്കുറവുണ്ടാവുമോ? ഫദഹബ സലഫു ഇലാ അന്നൽ ഈമാൻ യസീദു വയൻകുസു, ഈമാനിൽ ഏറ്റക്കുറവുണ്ട്. പക്ഷേ ഇവിടെയാണ് അൻകറ ദാലിക അക്സറുൽ മുത്തകല്ലിമീൻ, മുത്തകല്ലിമീങ്ങളായിരിക്കുന്ന ഭൂരിപക്ഷം പേരും ഓനക്ക് ഏതില്ല, അത് പറ്റൂല, അതിൽ യസീദു വയൻകുസു എന്ന ആശയം ഇല്ല, ഏറ്റം ചുരുക്കം എന്നുള്ളതില്ല. എന്തുകൊണ്ട്? വക്കാലോ, അങ്ങനെ പറയുകയാണെങ്കിൽ മത്താഖീല ദാലിക കാന ശക്കൻ, അപ്പൊ സംശയത്തിലല്ലേ ആകുക? സംശയത്തിലൊന്നുമല്ല. ഈ ഉറപ്പിൽ തന്നെ ചെറിയ ഉറപ്പും വലിയ ഉറപ്പും ഇല്ലേ? ഉറപ്പിൽ തന്നെ ചെറിയ ഉറപ്പും വലിയ ഉറപ്പും ഇല്ലേ? കാല ശൈഖ് മുഹിയുദ്ദീൻ അൽഅസ്ഹറുൽ മുഖ്താറു, കേട്ടോ, അന്ന തസ്ദീഖ യസീദു വയൻകുസു ബികസറത്തിൻ നദരി വവുളൂഹിൽ അദില്ലത്തി. നമ്മൾ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, ഈ ലോകത്തുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് അതിലിങ്ങനെ നെലറിങ്ങനെ കൂട്ടി കൂട്ടി വന്ന് ആയാത്തുകളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഉറപ്പ് കൂടൂലേ? നമുക്ക് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കൂടെ? ഓരോ വിഷയത്തിനുള്ള ഉറപ്പ് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കണില്ലേ? അത് കുറവ് വരുമ്പോൾ അതിൽ കുറവും അനുഭവപ്പെടും. ഒലിഹാദാ കാന ഈമാനു സിദ്ദീഖി അക്വാ മിൻ ഈമാനി ഗൈരിഹി,
അതുകൊണ്ടല്ലേ സിദ്ദീഖ് മറ്റുള്ളവരെ പോലെ തന്നല്ലേ അമല് ചെയ്യുന്നത്. ആ മൂപ്പരുടെ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആ കുബലേക്കാൾ കൂടുതൽ അമലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, അമല് കാണുന്നില്ല. പിന്നെ മനസ്സിലുള്ള ഉറപ്പാണുള്ളത്. ആ ഉറപ്പാണ് സിദ്ദീഖിനെ സിദ്ദീഖാക്കി മാറ്റിയത്. ബിഹൈത്തു ലാ യഅ്തരിഹി ശുബ്ഹത്തു. وكذلك في التصديق والمعرفة بحسب ظهور البراهين وكثرتها. തെളിവുകള് അദില്ലത്തുകൾ ഇങ്ങനെ കൂടി കൂടി വരുന്ന അവസരത്തിൽ നമ്മുടെ ഈമാൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കുറവ് അനുഭവപ്പെടുമ്പോൾ ഈമാനിക കുറവും അനുഭവപ്പെടും. وما نقل عن السلف صرح به عبد الرزاق في مصنفه عن سفيان الثوري ومالك بن أنس والأوزاعي وابن جريج ومعمر وغيرهم. ഇവരൊക്കെ ഈ ആശയത്തിന്റെ ആൾക്കാരാ. ഏറ്റക്കുറവ് ഈമാനിലുണ്ട്, തസ്ദീഖിൽ ഏറ്റക്കുറവ് സംഭവിക്കും. വഹഉലായി ഫുഖഹാഉൽ അംസാരി ഫി അസ്രിഹിം. അവരുടെ കാലത്തിലുള്ള ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. അവരൊക്കെ ഇതിൽ ഏറ്റക്കുറവ് സംഭവിക്കും എന്നുള്ള അഭിപ്രായക്കാരാണ്. വഖദാന കലഹു അബുൽ ഖാസിം അൽ-ലലാക്കി في كتاب السنة عن الشافعي وأحمد بن حنبل وإسحاق بن راهويه وغيرهم من الأئمة. وروي بسنده الصحيح عن البخاري قال لقيت أكثر من 1000 رجل من العلماء بالأمصار. 1000-ലധികം പണ്ഡിതന്മാർ ഞാൻ കണ്ടു. فما رأيت أحدا منهم يختلف في أن الإيمان قول وعمل ويزيد وينقص. ഈമാൻ എന്ന് പറഞ്ഞത് കൗലും അമലും ആടെയാണ്. അതേപോലെ അത് ഏറ്റക്കുറവിനെ സ്വീകരിക്കുകയും ചെയ്യും എന്ന അഭിപ്രായത്തിൽ രണ്ടാമത്തെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. 1000-ലധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇവരൊക്കെ പറയുന്നു. وأتنب ابن أبي حاتم اللالكائي في نقل ذلك بالأسانيد عن جمع كثير من الصحابة والتابعين وكل من يدور عليه الإجماع. ഇജ്മാഇന് പറ്റുന്ന പണ്ഡിതന്മാർ ആരെല്ലാമുണ്ടോ അവരെല്ലാവരും പറയുന്നത് കൗലും അമലും കൂടിയതാണ് ഈമാൻ, അത് ഏറ്റക്കുറവിനെ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള അഭിപ്രായക്കാരാണ്. وحكاه فضيل بن عياض ووكيع من أهل السنة والجماعة. وقال الحاكم في مناقب الشافعي حدثنا أبو العباس الأصم قال أخبرنا الربيع قال سمعت الشافعي يقول الإيمان قول وعمل ويزيد وينقص. وفي رواية يزيد بالطاعة وينقص بالمعصية. طاعة മൂലം ഈമാൻ വർദ്ധിക്കുന്നു, തെറ്റ് കുറ്റങ്ങൾ ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യുന്നു. ഇതൊക്കെ വായിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗം 1-2 ആൾക്കാരല്ല, സിയാദത്ത് നുക്സാനിന്റെ ആൾക്കാർ എന്ന് വരുത്തി തീർക്കാനാ. ധാരാളം നമുക്ക് പരിചയമുള്ളതായിരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ മദ്ഹബിന്റെ ഇമാമികളായിരിക്കുന്ന നമ്മുടെ ഇമാമ് തന്നെ മുമ്പന്തിയിലുണ്ട്. അതേപോലെ ആ കാലഘട്ടങ്ങളിലുള്ള ഫുഖഹാകളൊക്കെ എല്ലാവരും തീർത്തു പറഞ്ഞതാണ് കൗലും അമലും കൂടിയതാണ് ഈമാൻ. അതേപോലെ അതിനൊക്കെ ഏറ്റക്കുറവ് സ്വീകരിക്കുകയും ചെയ്യും എന്ന വസ്തുത. അപ്പോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പറയാനുള്ളത് ആകയാൽ എത്തിക്കാതെ മാത്രമാണ് എന്ന് പറഞ്ഞാലും അത് ഏറ്റക്കുറവിനെ സ്വീകരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിലേക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഓരോ കാര്യത്തിലുള്ള ഉറപ്പുകൾ ഓരോ കാരണം കൊണ്ട് ഏറുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് ഓരോരുത്തരുടെയും അനുഭവത്തിലേക്ക് നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലായില്ല. പിന്നെ ഏത് അമലും കൗലും അതേപോലെ പിന്നെ എല്ലാം പാടെ കൂടിയതാണ് ഈമാൻ എന്ന് നമ്മളെ സലഫ് പറയുന്നു. ആ സലഫ് പറയുന്നത് കമാലിനെ ഇത്തിബാർ ചെയ്തിട്ടാണ്. മുഅ്തസിലികൾ പറയുന്നത് സിഹത്തിനെ ഇത്തിബാർ ചെയ്തിട്ടാണ്. അവിടെയാണ് അവർ തമ്മിലുള്ള മാറ്റമുള്ളത്. അമലുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തികൾ കൂടും, ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും.
അത് കുറവാണോ? ഈമാൻ കുറയും. ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. ഈമാൻ കമാലാണ് പ്രവർത്തനങ്ങൾ. എൻ്റെ പേര് കാജ ഹുസൈൻ എന്നാണ്. ഞാൻ മണ്ണാർക്കാട് ഷാദ് സുന്ന ദർസിൽ പഠിക്കുന്നു. ഉസ്താദുകൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, ഒരു ആള് 27 രാവിലെ മരിച്ചുകൊണ്ട് അയാൾക്ക് സ്വർഗമോ അല്ലെങ്കിൽ ആ ദിവസത്തിലുള്ള പ്രതിഫലങ്ങളൊന്നും ലഭിക്കൂല എന്ന് പറഞ്ഞു. നമ്മൾ വഹാബികളുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം നടത്താൻ പറ്റുന്നില്ലെന്ന് തെളിവ് പറയൽ പലപ്പോഴും. അബൂലഹബിന് നരകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തിങ്കളാഴ്ച ദിവസം വിരലിനിടയിലൂടെ വെള്ളം കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അബൂലഹബ് മുസ്ലിം അല്ലല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുന്നില്ല. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ചോദ്യം മനസ്സിലായോ? അബൂലഹബിന് നരകത്തില് നബിയെ ആദരിച്ച് പിന്നെ സ്നേഹിച്ചത് കൊണ്ടിട്ട് എല്ലാ തിങ്കളാഴ്ച രാവിലും വെള്ളം കിട്ടാറുണ്ട് വിരലിന്റെ അടിയിൽ കൂടെ. അതുകൊണ്ട് ഒരു കാഫിറിനും പ്രതിഫലം കിട്ടുന്നാവൂല. കാഫിറിന് പ്രതിഫലം പ്രത്യേക അവസരത്തില് നരകത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോ അബൂതാലിബ് നബി തങ്ങളെ വളർത്തിയതായിരിക്കുന്ന പിതൃവ്യനല്ലേ, ആ അബൂതാലിബിന് അബ്ബാസ് എന്നവർ ചോദിച്ചു, നബിയെ അങ്ങേക്ക് വേണ്ടിയിട്ട് ശത്രുക്കളുടെ തൊട്ട് ഒരു മതില് തന്നെ സൃഷ്ടിച്ചിരുന്ന ആളായിരുന്നല്ലോ തങ്ങളുടെ അമ്മ, തങ്ങൾ എന്തു ചെയ്തു? തങ്ങൾ പറഞ്ഞത് എന്തായാലും മറുപടി, ഇന്നഹു ലഫീ ലഹ്ലാഹി മിനന്നാർ വലൗല, ഞാനില്ലായിരുന്നുവെങ്കിൽ ലക്കാന അസ്ഫല ദർകി മിനന്നാർ. അപ്പോ ചില കാഫിറുകൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, കാഫിറിനക്ക് ഒന്നും കിട്ടൂല. ഒരു കാഫിറിനും ഒരു വിഷയത്തിലും പ്രത്യേകമായിട്ടൊന്നും കിട്ടൂല. അത് നമ്മളുടെ വിഷയമല്ലല്ലോ. നമ്മൾ ഈമാൻ വർദ്ധിക്കുമോ കുറയുമോ, തസ്ദീഖ് വർദ്ധിക്കുമോ കുറയുമോ, പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ എന്നുള്ളതല്ലല്ലോ വിഷയമുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പേര് മുഹമ്മദ് ബാസിൽ, പഠിക്കുന്നത് MIT ശരീഅത്ത് കോളേജ് വളാഞ്ചേരിയാണ്. ചോദിക്കാനുള്ള, നേരത്തെ ഉസ്താദ് പറഞ്ഞു അള്ളാഹിൻ്റെ ഷഫാഅത്ത് അവസാനമായിട്ട് എല്ലാ ഷഫാഅത്തും കഴിഞ്ഞിട്ട് അള്ളാഹിൻ്റെ ഷഫാഅത്തിൻ്റെ സമയത്ത് അണുമണി തൂക്കം പോലും അമലുള്ളവർ പോലും ആ ഷഫാഅത്തിൽ ഉൾപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞേലേ. അപ്പോ അവർക്ക് ഒരു അണുമണി തൂക്കം പോലും അമല് വേണമെന്നല്ല ഇന്ന് വരുന്നത്. അല്ല, കഴിഞ്ഞില്ല, ചോദ്യം കഴിഞ്ഞില്ലേ? അമലല്ല പറഞ്ഞത്, ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ. അപ്പൊ തീരെ അമല് വേണ്ട. അമലില്ലെങ്കിലും സ്വർഗത്തിൽ, അതല്ലേ ഇപ്പൊ കടന്നത് കണ്ടതില്ലേ? അതന്നല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അമലൊന്നും ഇല്ലാത്തവരും എന്തായി സ്വർഗത്തിൽ പ്രവേശിക്കും. അത് അവസാനാവും കുറച്ച്. പിന്നെ നമ്മൾ അള്ളാഹിന്റെ കാര്യത്തിൽ കൈയിടൊന്നും വേണ്ട, ഓൽക്ക് പുറത്തു കൊടുക്കുക, പിന്നെ പുറത്തു കൊടുത്തില്ല, അതൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ലാഹിറായിരിക്കുന്ന തിരേഖ അനുസരിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അമലല്ല, ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, അണുമണി തൂക്കം ഈമാനുള്ളവർ. കൽബുകൊണ്ടുള്ള എത്തിക്കാതെ അടക്കം അള്ളാഹുവിന്റെ അടുക്കൽ. ഉണ്ട്. അവര് ഇപ്പോ ഇതിന്റെ വ്യാഖ്യാനത്തില അത് കിതാബു അൽ അസ്നൽ മത്താലിബ് ഫി നജാത്തി അബി താലിബ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. അതിന് മൂപ്പർക്ക് വിശ്വാസമുണ്ട് എന്നാ, മൂപ്പർക്ക് വിശ്വാസമുണ്ട്. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. അത് മൂപ്പർക്ക് ദൃഢമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് നാവുകൊണ്ട് പറയും, യാ അമ്മി കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവുകൊണ്ടത് പറയും എന്ന് പറഞ്ഞപ്പോ മൂപ്പർ അതിന് വിസമ്മതിച്ചില്ല. നമ്മൾ ആചാരവെടി നഷ്ടപ്പെടും.
ആചാരവടി നഷ്ടപ്പെടും. അത് പേടിച്ചിട്ട് എന്താക്കിയില്ല, മൂപ്പരത് ഉച്ചരിച്ചില്ല, ഉള്ളിലുണ്ട്. അതിന്റെ പേരിൽ ഏതാണ്, അതിന്റെ പേരിൽ അദ്ദേഹത്തിനിക്ക് രക്ഷയുണ്ടെന്ന് ഒരു വിഭാഗം. തസ്ദീഖ് മതി. അതാണല്ലോ ഇപ്പൊ ഇവിടെ ഇപ്പൊ ആള് ചോദിച്ചതും അതാണല്ലോ. അവിടെ അമലല്ല, തസ്ദീഖാണ് പറയുന്നത്. ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ. പക്ഷെ നമുക്ക് ഇവിടെ അത് നടത്താനൊന്നും നിർവാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇന്ന അബി അല്ലാൽ അല്ല ഇന്ന അമ്മക്ക് അല്ലാലക്കദ്മാത്. അപ്പൊ വാരി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ തങ്ങളുടെ ലാലായിരിക്കുന്ന അമ്മ എന്റെ വാപ്പ അലിയാണ് വന്നു പറയുന്നത്, എന്റെ വാപ്പാന്നർത്ഥം, കദ്മാത് മരിച്ചു പറഞ്ഞു. തങ്ങൾ പറഞ്ഞു ഇപ്പൊ വാരി കൊണ്ടുപോയി കുഴിച്ചിട്ട് പറഞ്ഞു. അത്ര തന്നെ. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ലാഹിറിന്റെ ആൾക്കാരാണ്. ഉള്ളു തുറന്നു നോക്കാൻ നമുക്ക് അധികാരമില്ല, ആവശ്യവുമില്ല. ഈ അടുത്ത് വന്നൊരു ചർച്ച സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞ കേട്ടഗിരിയിലെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഒരാള് പ്രത്യക്ഷത്തില് മരിക്കുന്ന സമയത്ത് കാഫിറായിട്ടാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗാണ് നരകാണെന്ന് പറയാൻ മാത്രം നമുക്ക് പറ്റുമെന്ന്. അയാള് സ്വർഗത്തിലാണെന്നും നരകത്തിലാണെന്നും അത് നമുക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ലല്ലോ. നമ്മളിപ്പോ ഒരു മുസ്ലിം തന്നെ മരിക്കുകയാണെങ്കിൽ ഓൻ സ്വർഗത്തിലാണ് പറയാൻ പറ്റുമോ, നരകത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ആരെ പറ്റിയൊന്നും പറയില്ല. നമ്മളൊരു കാഫിറിനെ സംബന്ധിച്ച് ലഅനത്ത് ചെയ്യാൻ പറ്റുമോ? നസ്സായിട്ട് വരാത്ത അബൂജഹല് അബൂലഹബ് പോലത്തെ കാഫിർ അല്ലാത്ത ഒരു കാഫിറിനെ സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ലഅനത്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്? ലഅനഹുല്ലാ എന്ന് പറയാൻ പാടില്ല. കാഫിറിനെ ഓന് പരാജയപ്പെട്ടവനാണ്, നരകത്തിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചൊല്ലാലോ. പക്ഷെ പാടില്ല. നസ്സായിട്ട് നബി പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് അതിൽ ഉറപ്പായല്ലോ. അല്ലാത്ത ഒരു കാഫിറിനെ സംബന്ധിച്ച് ലഅനത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓന്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഓന്റെ പ്രകടനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. എന്റെ ഉള്ളുകളിയൊന്നും ഇപ്പൊ നമുക്കറിയില്ല. അത് നഹ്നു നഖ്ലു സറായിറയിലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളാരും ഇൽമില്ലവരല്ല. വളരെ എന്തെങ്കിലും ഇൽമിൻ്റെ ഒരു പുറംപൂച്ച് മാത്രമാണുള്ളത്. ആഴയിലേക്ക് ഇറങ്ങി മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പരലോക ജീവിതം സുഭിക്ഷമാക്കുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.